12 കറക്റ്റ് 12 വർഷമായിട്ട് എല്ലാ വർഷം വരും. ഇല്ലെങ്കിൽ പോലും നമ്മൾ വരും. അത് അങ്ങനെ ഒരു വൈബാണത്. കലാപരിപാടി ഇല്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു മൂവ്മെന്റ് കിട്ടും. ആ മൂവ്മെന്റിന് വേണ്ടി മാത്രം വരുന്നതാണ്. കാർണിവലൊക്കെ മാറ്റിയതിൽ ചെറിയൊരു സങ്കടം ഉണ്ട്. 2ാം തീയതിയിലത്തേക്കാക്കി. പക്ഷേ പല ആൾക്കാരും ലീവൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. വർക്കിൻ്റെയും ലീവൊക്കെ എടുത്തിട്ട് വന്നതാ. അപ്പം അതിൽ ചെറിയൊരു സങ്കടം ഉണ്ട്. ക്രിസ്മസ് കഴിഞ്ഞാൽ ഒരു 27-ാണ് ഇവിടെയൊക്കെ ലൈറ്റ് വരുന്നത്. ആ സമയത്തൊന്ന് 2-3 ദിവസം ഇങ്ങനെ കറങ്ങും. പുതുവത്സര ആഘോഷത്തിൽ 12 മണി സമയത്ത് ആ സമയത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. എത്തൂല ഇവിടെ. കാണല്ലോ ആയിരക്കണക്കിന് ബഹളമൊക്കെ ആയിരിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ട് വരില്ല. ഭയങ്കര തിരക്കായിരിക്കുമല്ലേ രാത്രി വരത്തില്ലേ? രാത്രി തന്നെയില്ല. കലാപരിപാടികളൊക്കെ കുറവാണ്. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ട്. അതുണ്ട്. ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഒക്കെ കണ്ട് അപ്പൊ നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ആദ്യമായിട്ട് വരാണ്. ഫസ്റ്റ് ടൈമാണ്. നമസ്കാരം. പുതുവർഷം പിറക്കുന്ന സമയത്ത് കേരളമാകെ ഉറ്റുനോക്കുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ്. എല്ലാ വർഷവും ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി കാർണിവലും അതോടൊപ്പം തന്നെ വലിയ പടുകൂറ്റൻ പപ്പാഞ്ഞിയെ കത്തിക്കുന്ന ആഘോഷവും എല്ലാം ഉണ്ടാകാറുണ്ട്. ഇത്തവണ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് പരേഡ് ഗ്രൗണ്ടിലെ ന്യൂ ഇയർ കാർണിവലും അതോടനുബന്ധിച്ചുള്ള പരിപാടികളും ചടങ്ങുകളും പപ്പാഞ്ഞിയെ കത്തിക്കലും എല്ലാം ഒഴിവാക്കിയിരിക്കുകയാണ്. അതേസമയം ഇത്തവണ ഫോർട്ട് കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്നത് വെളി ഗ്രൗണ്ടിലാണ്. ഇവിടെ 40 അടിയോളം ഉയരത്തിൽ ഒരു വലിയ പപ്പാഞ്ഞിയെ തയ്യാറാക്കിയിട്ടുണ്ട്. രാത്രി 12 മണിക്ക് അതിനെ കത്തിച്ചുകൊണ്ടാണ് കൊച്ചി 2025 കടക്കുന്നത്. എന്തൊക്കെയായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ വെളി ഗ്രൗണ്ടിൽ നിരവധി പേരാണ് പപ്പാഞ്ഞിയെ കാണുന്നതിനും മറ്റ് ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതിനൊക്കെ ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഈ പ്രദേശത്തുകാരെ തന്നെയാണ്. ഉച്ച സമയത്ത് കൊടയും ചൂടി. അതെന്റെ ഫ്രണ്ട് ഈ നാട്ടുകാരിയല്ല. അപ്പൊ അവർക്ക് ഹോസ്റ്റലിൽ ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ കൊണ്ടുവന്നോളെ കാണിക്കും. രാത്രി പപ്പാഞ്ഞി കത്തിക്കുന്നത് കാണാനായിട്ട് വരും. ഇത്തവണ കലാപരിപാടികളൊന്നും ഇല്ല. അപ്പൊ അതിന്റെ വിഷമമുണ്ട്. ഉണ്ട്. പിന്നെ നമുക്ക് മറ്റേ മൻമോഹൻ സിംഗിന്റെ മരണം, മുൻ പ്രധാനമന്ത്രിയുടെ മരണമാണ്. നമുക്ക് മറ്റു വഴികളൊന്നുമില്ല. അപ്പൊ ഉള്ളത് കുറിച്ച് ആഘോഷിക്കാനുള്ള പരിപാടിയാണ്. അതെ. ഞാൻ ഇപ്പൊ പഠിക്കുവാ B.Ed. ഭാവിയിൽ ടീച്ചർ ആവാനുള്ള പരിപാടിയാണല്ലേ? ഈ നാട്ടുകാരിയാ. എല്ലാ വർഷവും ഇവിടെ ആഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ വർഷവും പങ്കെടുക്കാറുണ്ട്. ഇത്തവണ പരേഡ് ഗ്രൗണ്ടിലല്ല, ഇവിടെ വെളിയിലാണ് ആഘോഷം വരുന്നത്. മറ്റു കലാപരിപാടികളൊന്നുമില്ല. പപ്പാഞ്ഞിയെ കത്തിക്കൽ മാത്രമേ അതിൽ വിഷമമുണ്ട്. അതില് ചെറിയൊരു സങ്കടം ഉണ്ട്. പിന്നെ ന്യൂ ഇയറും മാറ്റി ആ ഒരു കാർണിവലൊക്കെ മാറ്റിയതിൽ ചെറിയൊരു സങ്കടം ഉണ്ട്. 2ാം തീയതിയിലത്തേക്കാക്കി. പക്ഷേ പല ആൾക്കാരും ലീവൊക്കെ ഒന്ന് ഇത് ചെയ്തിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ലീവ് എടുക്കുന്നതിലും പിന്നെ കുറച്ച് ഇവിടെ നിന്ന് ഞങ്ങൾ പോയ ആൾക്കാർ, ഇപ്പം ഞാനിവിടെ അല്ല, ചേർത്തലയാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ലീവ് എടുത്ത് വർക്കിൻ്റെയും ലീവൊക്കെ എടുത്തിട്ട് വന്നതാണ്. അപ്പം അതിൽ ചെറിയൊരു സങ്കടം ഉണ്ട്. ശരി. ചേർത്തലയിൽ നിന്ന് ഇപ്പം ഈ കാർണിവലിൽ പങ്കെടുക്കാനായിട്ടല്ലേ ഇത് പുതുവത്സരാഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു? അതെ അതെ അതെ. ഇപ്പൊ ഈ ഉച്ച സമയത്ത് പപ്പാനിയെ കാണാനായിട്ട് വന്നതാണ്. ഞങ്ങള് പപ്പാനെ ഇന്നലെ വന്ന് കണ്ടതാണ്. പക്ഷെ ഇന്നിപ്പോ വൈകിട്ടത്തെ അവസ്ഥ മാറും. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് വന്ന് പോകുന്നുണ്ട്. രാത്രി വരില്ലേ? ഇന്ന് രാത്രി ഇല്ല, ഏതായാലും അടുക്കാൻ പറ്റില്ല. ആ കോപ്പാടത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. ഇപ്പൊ കോപ്പാടത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. നിങ്ങൾ ഈ നാട്ടുകാർ തന്നെയല്ലേ? അവിടെ തന്നെയാണ്. എല്ലാ വർഷവും വരാറുണ്ട്. വർഷങ്ങളിൽ ഞങ്ങൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ 25th ഉണ്ടല്ലോ, ക്രിസ്മസ് കഴിഞ്ഞാൽ ഒരു 27-ാണ് ഇവിടെയൊക്കെ ലൈറ്റ് വരുന്നത്. ആ സമയത്തൊന്ന് 2-3 ദിവസം ഇങ്ങനെ കറങ്ങും. പുതുവത്സര ആഘോഷത്തിൽ 12 മണി സമയത്ത് ആ സമയത്ത് വരാൻ ബുദ്ധിമുട്ടാണ്. എത്തൂല ഇവിടെ. കാണല്ലോ ആയിരക്കണക്കിന് ബഹളമൊക്കെ ആയിരിക്കും. അത് മുന്നിൽ കണ്ടുകൊണ്ട് വരില്ല. അങ്ങോട്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ വന്നിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഇപ്പൊ ഒന്നും വരില്ല. കാരണം ഇവരൊക്കെ ആയിട്ട് വരുമ്പോ അതിനായുള്ള ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ടാണ്. So I'm coming from Pune, Maharashtra. For this New Year. Yes. Okay, vacation. Yes. Okay. And what is the vibe? What is the vibe? Yeah, the vibe is people are pretty excited, and our driver said that we cannot go in the evening time, so it is the better you visit in the afternoon only, because there will be no way to walk. No. This will be too much crowded. After 4 o'clock, yeah. Correct. So I was quite excited. So we came up with the jetty boat here, and I'm excited. And are you living now? No. I will be here for some time, visiting some other places, and after that I will go. Okay. കൊച്ചിക്കാരൻ തന്നെയാണോ? കൊച്ചിക്കാരല്ല. എവിടെന്നാ വരുന്നത്? ഞാൻ അടിമാലി എന്ന് പറയും, ഇടുക്കി അടിമാലി. കൂട്ടുകാരന്മാരെല്ലാവരും ഇടുക്കിക്കാരാണോ? എല്ലാവരും ഇടുക്കിക്കാർ തന്നെയാണ്. അപ്പം ഇത് കാണാനായിട്ട്, പുതുവത്സരാഘോഷം കാണാനായിട്ട് ഇങ്ങ് വന്നേക്കോ? അതെ, കാണാനായിട്ട്. ആദ്യമായിട്ടാണോ വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്തവണ വന്നിട്ട് കലാപരിപാടി ഒന്നും ഇല്ലാത്തൊരു വർഷം. ഒന്നുമില്ല. എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ എപ്പോഴാണ് മടങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളിപ്പോ ഇതിന് തന്നെയായിട്ട് വന്നല്ല, വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനായിട്ട് വന്ന് രാത്രി എന്തൊക്കെയാലും ഇവിടെ വരില്ലേ? രാത്രി ഉണ്ടാവും.
ഈ നാട്ടുകാർ തന്നെയാണോ? ഞങ്ങൾ പള്ളുരുത്തിക്കാർ എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ കൊല്ലം വരും. എല്ലാ കൊല്ലം വരാറുണ്ട്. ഇവിടെയാണ് വരാറോ അതോ പറഞ്ഞിട്ടുണ്ടല്ലോ? ഇവിടെ വരും. ഇവിടെ എല്ലാ വർഷവും ഇവിടെ ആഘോഷങ്ങളുണ്ടാവും. ആഘോഷങ്ങളുണ്ടാവാറുണ്ട്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ലെന്ന് തോന്നണം. അല്ല ഇത്തവണ എന്താ പകൽ സമയത്ത് വന്നേക്കുന്നത്? പകൽ സമയത്ത് എന്ന് വന്നത് കൊച്ചുങ്ങളായിട്ടൊന്ന് എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഭയങ്കര തിരക്കായിരിക്കുമല്ലോ ഈ രാത്രി വരത്തില്ലേ? ഇനി രാത്രി വന്നില്ല. ഞങ്ങളുടെ പള്ളിയിൽ പെരുന്നാളാണ്. ഇത്തവണ കലാപരിപാടികളൊക്കെ കുറവാണ്. അപ്പൊ അതിന്റെ ഒരു വിഷമം ഉണ്ടോ? അതുണ്ട്. അതുണ്ട്. കുടുംബമായിട്ട് എല്ലാവരും കൂടി കുടുംബമായിട്ട് വന്നേക്കുവാണ്. ശരി, ഓക്കെ, ശരി. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ശരി. ഇപ്പം ചേട്ടൻ ആലപ്പുഴയിൽ നിന്ന് വരികയാണ്. ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഇത് കാണാനായിട്ട്? ഇത് കാണാൻ വേണ്ടി മാത്രം. എത്ര വർഷമായിട്ട് വരുന്നു? 12, കറക്റ്റ് 12. 12 വർഷമായിട്ട് എല്ലാ വർഷവും എല്ലാ വർഷം വരും. ഇല്ലെങ്കിൽ പോലും നമ്മൾ വരും. അത് അങ്ങനെ ഒരു വൈബാണത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സന്തോഷം കിട്ടും. ഒരു പ്രത്യേക ഒരു വൈബ് ആണ്. ഇത്തവണ ഇപ്പം കലാപരിപാടികളൊന്നുമില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമമുണ്ടോ? കലാപരിപാടി ഇല്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു മൂവ്മെന്റ് കിട്ടും. ആ മൂവ്മെന്റിന് വേണ്ടി മാത്രം വരുന്നതാണ്. പരിപാടി അങ്ങനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്കൊരു സന്തോഷം കിട്ടും. ആ സന്തോഷം കൊണ്ട് നമ്മൾ പോവുക. തിരിച്ച് അതേ വർഷം വരിക. അതിനുവേണ്ടി വരിക. തനിച്ചാണോ വന്നേക്കുന്നത്? ഇപ്പൊ തനിച്ചാ വന്നിരിക്കുന്നത്. കൂട്ടുകാരെല്ലാം വരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് ഇപ്പൊ ഇത്രയും ദൂരം ഇങ്ങനെ വന്ന് ഇനിയിപ്പം ഇതൊക്കെ കഴിഞ്ഞ് പപ്പാഞ്ഞിയെ കത്തിച്ച് കഴിഞ്ഞ് ഉടനെ പോകുമോ? ഇല്ല, ഉടനെ പോകത്തില്ല. നമ്മൾ സാവധാനം പോകത്തില്ല. കാരണം ഇവിടുത്തെ ആ എൻജോയ്മെന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞ് സാവധാനത്തെ പോകത്തുള്ളൂ. ഇപ്പം ഇങ്ങോട്ട് ഇന്ന് വന്നത് ഇപ്പൊ ഇവിടെ ഇന്ന് എന്തൊക്കെ പരിപാടികളുണ്ടെന്നൊക്കെ ആദ്യം മനസ്സിലാക്കിയിട്ടല്ലേ വന്നേക്കുന്നത്? ഇപ്പൊ ഇന്ന് ഇവിടെ എന്തൊക്കെയാ പരിപാടികളുണ്ട്? ഇന്നിപ്പോ എന്തായാലും നമ്മുടെ ഈ ട്രീ ചോട്ടിൽ ഒരു DJ പ്രോഗ്രാം ഉണ്ടെന്ന് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ പപ്പാഞ്ഞിയെ കത്തിക്കും. പിന്നെ അതിനുശേഷം ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് പോകും. അവിടെ പരിപാടി കണ്ടന്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത്തരത്തിൽ എന്തൊക്കെയാലും കൊച്ചി എന്തൊക്കെയാലും വൈബാണ് ന്യൂ ഇയറിന്. പിന്നെ തീർച്ചയായിട്ടും ആ ഒരു വൈബിനാണ് എല്ലാവരും വരുന്നത്. ആ വൈബ് കിട്ടും. എങ്ങനെ പോയാലും കിട്ടും. ഇല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ പോയാലും നമുക്ക് ആ ഒരു വൈബ് കിട്ടും. എവിടുന്ന സ്ഥലം? പത്തനംതിട്ട. ഇവിടെ എന്താ ന്യൂ ഇയർ സെലിബ്രേഷൻ ഇത് കാണാനായിട്ട് വന്നേക്കോ? ഇതിന് മാത്രമായിട്ട് വന്നതാണോ? ഇത് കാണാൻ വേണ്ടി നൈറ്റിലത്തെ കാണാൻ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ഒക്കെ കണ്ട് അപ്പൊ നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. ആദ്യമായിട്ട് വരാണോ? ഫസ്റ്റ് ടൈമാ. ഇത് കഴിഞ്ഞ് കത്തിച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ? അങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പൊ 2024 എങ്ങനെയുണ്ടായിരുന്നു ആസ് എ ഇയർ? 2024 അങ്ങനെ ചോദിച്ചാ കുഴപ്പമില്ലാതൊക്കെ പോയി. പുതിയ വർഷം എങ്ങനെയാണെന്ന് 2025 കുറിച്ച് എന്താണ് ഒരു പ്രതീക്ഷ? നല്ലതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നല്ലൊരു ജോലി അതൊക്കെ വരുന്നുണ്ടോ? ജോലിയുണ്ട്. ജോലിയുണ്ട്. നല്ല കുറച്ചുകൂടി നല്ലത് ഞാനിവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ. ശരി. ഇത്തരത്തിൽ സ്വദേശത്ത് നിന്നും വിദേശത്തു നിന്നൊക്കെ ആയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് കൊച്ചിയിൽ പുതുവത്സര ആഘോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത്. ഇപ്പോൾ പകൽ സമയമായതുകൊണ്ട് ഉച്ചയാണ്, നല്ല വെയിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ആളുകളുടെ എണ്ണത്തിൽ ഒരല്പം കുറവുണ്ട്. എന്നാലും രാത്രി പപ്പാഞ്ഞിയെ കത്തിക്കുന്ന സമയമാകുമ്പോഴേക്കും ഉദ്ദേശം 80,000-ഓളം ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് ഗലാഡി ഫോർട്ട് കൊച്ചി എന്ന ഈ പ്രദേശത്ത് ഇവിടെ ഈ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രാദേശിക ക്ലബിന്റെ ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തു തന്നെ ആയാലും ഇത്തവണ കലാപരിപാടികളില്ലാത്തതിന്റെ ഒരല്പം വിഷമം ഇവിടെ എത്തിച്ചേർന്ന ആളുകൾ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ പോലും കൊച്ചിയുടെ ആഘോഷം ന്യൂ ഇയർ എന്ന് പറയുന്നത് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരു വികാരമാണ്. കൊച്ചിയിലെ ന്യൂ ഇയർ ആഘോഷങ്ങളുടെ മാറ്റ് കുറയുന്നില്ല. എല്ലാവർക്കും പുതുവത്സരം ആശംസിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം നിഖിൽ കക്കാടത്ത്, അമർനാടൻ TV.